ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളും കണ്ടായിരിക്കും. നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ റൂപേ കാർഡുകളുടെ ഒരു മെയിനായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ വെച്ചാൽ കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ ആൾക്കാരോട് റൂപേ കാർഡ് വേണം, അത് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ, റൂപേ കാർഡ് വേണമെന്ന് വെച്ചാൽ ആൾക്കാർ അയ്യേ പൊട്ട സാധനം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാറ് പതിവ്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും റൂപേ കാർഡ് മതി. കാരണം എന്താ, നമ്മുടെ UPI കാരണം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ UPIന് ഭയങ്കര പ്രൊമോഷനാണ്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ UPI കാർഡ് അല്ല റൂപേ കാർഡ് ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ UPI ആപ്പിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ UPI നോർമൽ നമ്മുടെ QR കോഡ് ട്രാൻസാക്ഷൻ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ചെയ്യുന്ന പോലെ അതേപോലത്തെ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഈ റൂപേ കാർഡ് ഇത്ര പ്രൊമോട്ട് ആവാനും ഇത്ര ഹൈ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാനൽ എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ അവരുടെ വിസ കാർഡും മാസ്റ്റർ കാർഡൊക്കെ റൂപേ കാർഡിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും അതാ ഇപ്പോൾ റൂപേ കാർഡ് മാത്രമേ വേണ്ടൂ. പണ്ട് ഈ സാധനം ആർക്കും വേണ്ടാത്തൊരു സാധനമായിരുന്നു. പക്ഷെ അവരുടെ ഈ റൂപേയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാരണം ഇതിപ്പോൾ എല്ലാവർക്കും ഈ സാധനം വേണ്ടു. അപ്പോൾ എല്ലാവരും അപ്പൊ എനിക്ക് തന്നെ കുറെ നമ്മുടെ മെയിൻ ചാനലിൽ ഇഷ്ടം പോലെ കമന്റ്സ് വരുന്നുണ്ട്. എൻ്റെ SBI കാർഡ് എങ്ങനെ നമുക്ക് റൂപേ കാർഡ് ആക്കാം, എൻ്റെ BOB കാർഡ് എങ്ങനെ നമുക്ക് റൂപേ കാർഡ് ആക്കാം, ഇഷ്ടം പോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആക്ച്വലി ഇതിനൊരു കുഴപ്പമുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, ഞാൻ ആക്ച്വലി എൻ്റെ രണ്ട് റൂപേ ക്രെഡിറ്റ് കാർഡാണുള്ളത്. നമ്മൾ UPIന് ഉപയോഗിക്കുന്നതും ഈ രണ്ട് റൂപേ ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പൊ നിങ്ങൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമുക്ക് ഈ UPI ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇല്ലാത്തതിനും എല്ലാത്തിനും എല്ലാ ചിലവിലും നമ്മൾ UPI ഉപയോഗിക്കും. അത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പൊ നമ്മുടെ എന്താ പറയാ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്ന് വെച്ചാൽ ഭയങ്കര ഉപയോഗം വരും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടായി, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള കാശ് കൊണ്ടല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ക്രെഡിറ്റ് കാർഡ് UPIയിൽ വരുമ്പോൾ നമ്മുടെ പർച്ചേസ് കൂടും. അപ്പൊ അത് മെയിനായിട്ട് ബാങ്കുകൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ട്രാൻസാക്ഷൻ കൂടുന്ന അവർക്ക് ലാഭം കിട്ടുന്നതാണല്ലോ അവരുടെ പരിപാടി. പക്ഷെ ഈ UPIയിൽ റൂപേ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് UPIയിൽ ട്രാൻസാക്ഷൻസ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം ഇത് തന്നെയാണെന്ന് വെച്ചാൽ നോർമലി വച്ചത് ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ ഉള്ളത് കൊണ്ട് മാത്രം ആൾക്കാർ പർച്ചേസ് ചെയ്യാറുള്ളൂ. ഇത് പക്ഷേ നമ്മുടെ UPIയിൽ കാർഡ് എടുക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫുൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സംഭവത്തിനെ ബാധിക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ യൂസ് വരും. ഓവർ യൂസ് വന്നു കഴിഞ്ഞാൽ അറിയായിരിക്കും, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ലോൺ തന്നെയാണ്. അത് നമുക്ക് തിരിച്ചടയ്ക്കണം. തിരിച്ചടച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, സിവിൽ ഡാമേജ് ആവും, കേസും കാര്യങ്ങളൊക്കെ വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ ഇതൊരു നോർമൽ നമ്മൾ പേഴ്സണൽ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ലോൺ തന്നെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. ഈ റൂപേയിൽ വന്നേക്കുന്ന UPIയിൽ വന്നേക്കുന്ന ഒരു മെയിൻ ആയിട്ട് ഇഷ്യൂ എനിക്ക് അതാണ് ഫേസ് ചെയ്യുന്നത്. വെച്ചാൽ കുറെ പേര് ഇതിനെക്കുറിച്ച് നമുക്ക് കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു മാക്സിമം ഒരു 1-2 UPI കാർഡ് എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ബാങ്കുകളും അവരുടെ റൂപേയുടെ UPI ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ HDFC ഇറക്കിയിരുന്നു, കിവി, അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മാക്സിമം ഒരു 2 UPI ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മതിട്ട്. അതിന്റെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇത് കുറഞ്ഞ എടുത്ത് വെച്ചാൽ ഒന്നാമത് അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ അതിന് ഫിസിക്കൽ കാർഡ് ഇല്ല. അത് നമുക്ക് വേറെ എവിടെയും ഉപയോഗിക്കാൻ പറ്റില്ല. QR കോഡ് സ്കാനിങ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ ഉപയോഗിക്കാൻ പറ്റും, കാർഡ് നമ്പർ കാണും. എന്നാലും പക്ഷേ നമുക്കൊരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പിന്നെ നിങ്ങൾക്ക് ഫ്രീ കാർഡായിട്ട് എടുക്കാൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ കിവിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഫ്രീ കാർഡായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അത് മെജോറിറ്റി 90% ആൾക്കാർക്ക് അവർ കൊടുക്കുന്നില്ല, റിജക്ട് ചെയ്യുന്നുണ്ട് കുറെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഇഷ്യൂ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ HDFCയുടെ UPI ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ നമ്മുടെ BOBയുടെ ഉപയോഗിക്കുന്നുണ്ട്. BOBയുടെ അത്യാവശ്യം നല്ല സ്നാപ്ഡീലിന്റെ കാർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റൂപേയുടെ UPIയിൽ വെച്ചാൽ അതിന് അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് ഞങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഞാൻ ആക്ച്വലി മിക്കവാറും നമുക്ക് ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് ഈ മെസ്സേജ് നല്ല വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് HDFCയുടെ UPI ക്രെഡിറ്റ് കാർഡ് ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നോർമലി ഇത് ക്ലോസ് ചെയ്യണം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം 1-2 ഒരു UPI ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെച്ചാൽ മതി. അതിന്റെ ഓവറായിട്ട് എടുത്ത് വെക്കേണ്ട. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നാമത് ഇത് ഓവർ യൂസ് വരും. എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ പോയിട്ട് 10 രൂപ വെച്ചിട്ട് ഡെയിലി സാധനം കൊണ്ട് അടിക്കുന്നത് കൊണ്ട് കൺട്രോൾ കിട്ടില്ല. മറ്റാകുമ്പോൾ നമ്മൾ ഒരു വലിയ പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ ഫൈലോ മോണിറ്റർ വലിയ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഒരു മൈൻഡുണ്ടായിരിക്കും. പക്ഷെ ഇതിങ്ങനെ അടുപ്പിച്ച് 50 രൂപ വെച്ച് ഡെയിലി അങ്ങനെ കൂടി വരുമ്പോൾ ബില്ല് വരുമ്പോഴാവും ചിലപ്പോൾ ഞെട്ടുക. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഓവർ യൂസ് വരാനുള്ള ഭയങ്കര ഇത് കൂടുതലാണ്. അപ്പോൾ അത് കൺട്രോൾ ഉണ്ടായിട്ട് അത് ഭയങ്കരമായിട്ട് ഇപ്പൊ കുറെ UPI എടുക്കാണെങ്കിൽ ഇതിന് കഴിഞ്ഞാൽ അടുത്തെടുക്കുക. അപ്പൊ അങ്ങനെ കൂടി വരും. അപ്പൊ ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ നിങ്ങൾ മാക്സിമം 1-2 UPI ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെച്ചാൽ മതിട്ടാ. അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനും ഫൈനാൻഷ്യൽ സംഭവം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് ആക്ച്വലി കോൾഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയൊരു സൗണ്ട് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തലവേദന സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു വൈറൽ ഫീവറും സംഭവങ്ങളൊക്കെയാണ്. കോൾഡുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേനൊക്കെ അത് കാരണം ഡൗൺ ആയിരുന്നു. അത് കാരണം നമ്മൾ അന്നത്തെ മെയിൻ വീഡിയോ ഒന്നും അല്ല ഇട്ടത്. നമ്മൾ ഓൾറെഡി മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് നമ്മൾ ലൈവ് വന്നത്. അപ്പോൾ അതിനാൽ നമ്മൾ
നമുക്ക് ആരെയും വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി, ലേറ്റ് ആയാലും ഹാപ്പി ആനിവേഴ്സറി എല്ലാവർക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പുതിയ ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീട്ടിലാണ്. ബൈ.